പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റിക് പാർട്ടി എതിരാളികളായ വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായി സംവാദത്തിൽ ഏർപ്പെടാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണവും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ട കമല ഹാരിസ് കളത്തിൽ ഇറങ്ങുമെന്നാണ് പരക്കെയുള്ള സംസാരമെന്ന് പറയുന്നത്. എന്നാൽ കമലയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ശേഷം മതി സംവാദമെന്ന നിലപാടിലാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരും വരെ കാത്തിരിക്കാനാണ് ട്രംപിന്റെ തീരുമാനവും. സെപ്റ്റംബർ 10 നിശ്ചയിച്ച സംവാദത്തിന് താൻ ഒരുക്കമാണെന്ന് കമല ഹാരിസ് നേരത്തെ അറിയിച്ചിരുന്നു. വോട്ടർമാർ ഇത് കാണാൻ അർഹരാണെന്നും കമല പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് വിശദീകരിച്ചത്. ഈ മാസം ആദ്യം മിൽവാക്കിയിൽ നടന്ന പാർട്ടി കൺവെൻഷനിൽ റിപ്പബ്ലിക്കൻ നോമിനിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ട്രംപ് തന്റെ എതിരാളിയെ അറിയാൻ ഡെമോക്രാറ്റുകളുടെ ഔദ്യോഗിക തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. ഓഗസ്റ്റിൽ ചിക്കാഗോയിൽ നടക്കുന്ന പാർട്ടി കൺവെൻഷനിൽ കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ട്രംപും ബൈഡനും 2 സംവാദങ്ങൾക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരെണ്ണം ജൂൺ 27-നും മറ്റൊന്ന് സെപ്റ്റംബർ 10-നുമാണ്. ഇതിൽ നിന്ന് ജൂണിൽ നടന്ന സംവാദമാണ് ജോ ബൈഡനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പോലും മാറ്റാനുള്ള മൂലകാരണമായിരുന്നത്. ഈ വാദത്തിൽ മോശപ്രകടനം നടത്തിയതോടെയാണ് ബൈഡനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പല എതിർപ്പും ഉണ്ടായിരുന്നത്. പ്രായാധിക്യവും മറ്റ് അവശതകളും പൂർണ്ണമായും സംവാദത്തിൽ പ്രകടമായിരുന്നു എന്ന അഭിപ്രായവും ഉയർന്നിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ബൈഡന്റെ പിൻഗാമിയായി വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമല ഹാരിസ് തന്നെ എത്താനാണ് സാധ്യത കൂടുതലും. എങ്കിലും കമലയ്ക്ക് മുന്നിൽ ഇപ്പോഴും വെല്ലുവിളികൾ ഏറെയാണ്. മുൻ പ്രസിഡന്റ് കൂടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഏറ്റവും ശക്തൻ കൂടിയായ ബരാക് ഒബാമ കമല മത്സരിക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മിഷേൽ ഒബാമയെ രംഗത്തിറക്കണമെന്നുള്ള ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. എങ്കിലും ജോ ബൈഡന്റെ പിന്തുണ കമല ഹാരിസ് തന്നെയായിരിക്കുമെന്ന കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഇതിനിടയിൽ ഇസ്രയേൽ ഗസ സംഘർഷത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചർച്ച നടത്തിയിരിക്കുകയാണ് കമല. ഗസയിലെ കൂട്ടക്കുരുതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച കമല ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തങ്ങളോട് മുഖം തിരിക്കാൻ ആവില്ല, കഷ്ടത അനുഭവിക്കുന്നവർക്ക് മുന്നിൽ നിശബ്ദയായിരിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. ഞാൻ നിശബ്ദയാവില്ല എന്നും കമല വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസമായി ഗസയിൽ സംഭവിക്കുന്ന അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ മരിക്കുന്നു, കൊടും പട്ടിണിയിലും മനുഷ്യർ പലായനം ചെയ്യുന്നു, 2-3 തവണ താവളങ്ങൾ മാറാൻ നിർബന്ധിതരാകുന്നു. കമല ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. വ്യാഴാഴ്ചയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഇതിനുശേഷമായിരുന്നു കമല ഹാരിസുമായുള്ള ചർച്ച. എന്നാൽ കമല ഹാരിസിനെ ഭയപ്പെടുമോ ഇസ്രയേൽ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.